പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കാക്കയായിട്ട് എന്തോ ഒരു ആത്മശത്രു ബന്ധമുണ്ട്. അത്രയും നേരമില്ലാത്ത കാക്ക ആ വോയിസ് ഓവർ പറയുമ്പോൾ വരും. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കുട്ടന് ഗ്രാജുവേഷൻ ഡേക്കുള്ള ഷോപ്പിങ്ങിന് പോകാം, 38 പോവാ, പിന്നെ പിറ്റേ ദിവസം ഗ്രാജുവേഷൻ ഡേക്ക് പോവാ, അത് വോട്ടിന് പോവാ. ഇതൊക്കെയാണ് പരിപാടി. അവന്റെ എടുക്കൂട്ടി പഠിച്ച പണി 18 നോക്കി 32 പോകാതിരിക്കാൻ. പക്ഷെ ഞങ്ങൾ അവരെ പഠിച്ചു മുങ്ങി. 32 ഇറങ്ങി സ്ഥിരം സ്പോട്ടായ പിന്നെ കയറി ഐസ് വാങ്ങിച്ചു വെച്ച് പിറ്റേ ദിവസം ആസ് യൂഷ്വൽ വൈകി ഞങ്ങൾ കോളേജിൽ. കോളേജിന്റെ അന്തപ്പൊക്കത്തായിരുന്നു പരിപാടി. ഞങ്ങൾ ആ സ്റ്റെപ്പൊക്കെ കയറി ചെന്നപ്പോഴത്തേക്കും പരിപാടി പകുതിയായിട്ടുണ്ടായി. പരിപാടി തീരാറായപ്പോഴത്തേക്കും സ്നാക്ക് ബോക്സും ജ്യൂസും കിട്ടി. അതിൽ കട്ട്ലറ്റ് മന്ത്രത്തെ ഞാൻ തിന്നു. അടങ്കപ്പാ ഇത് ഉലക നടിപ്പിടാ സാമി. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് തൊപ്പിയൊക്കെ മാറ്റി രക്ഷപ്പെട്ട് ഓടണ പോലെയാണ് ഉണ്ണി പോയിക്കൊണ്ടിരുന്നത്. ഇവനാണെങ്കിൽ ഒരു സ്ഥലത്ത് കാണാൻ പറ്റും, പല സ്ഥലത്തായിട്ട് മായാവിനെ പോലെ നടക്കായിരുന്നു. പിന്നെ അവരുടെ തൊപ്പിറിയൽ ചടങ്ങായിരുന്നു. അപ്പഴാടാ അതേ കിടക്കുന്നത്. ഈ ചേട്ടന്റെ ഫോട്ടോ എടുപ്പ് കാരണം ക്യാമറാമാൻ പോലും മര്യാദക്ക് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിറ്റേ ദിവസമായി പുറത്ത് ബഹുത്ത് കയറി കൊടയിലാണ്ടൊന്ന് എത്തി നോക്കാൻ പോലും പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല. അതിന്റെ ഇടയിലാണ് ഞങ്ങളുടെ കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണം, ബാങ്കിൽ പോകണം, അത്ര ഉണ്ടായുള്ളൂ. പിന്നെ വീട്ടിലെത്തി ഞാൻ മോമോസ് സ്വന്തമായി ഉണ്ടാക്കി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് മാത്രം പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഓട്ട് ചെയ്യാൻ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഇറങ്ങി. നെയിൽ പോളിഷ് ഇട്ട് ഓട്ട് ചെയ്തില്ലെങ്കിൽ ഓട്ട് ചെയ്ത് നഖത്തിലുള്ള പാട് ഇന്നത്തെ കാലത്തൊന്നും പോകും. ഞങ്ങൾ വീട്ടിൽ വന്ന് മാങ്ങർച്ചത്രയുള്ളൂ.